സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ശ്രീജിത്ത് പണിക്കർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഓരോ മനുഷ്യർക്കും, ഓരോ മതങ്ങൾക്കും അവരവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ പണിക്കരെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഏത് പണിക്കനാണ്? നിന്റെ പണിക്ക് നീ മരപ്പണിക്കാണോ, അല്ലെങ്കിൽ നീ മരപ്പണിക്കാരനാണ്, നീ സ്വർണ്ണപ്പണിക്കാരനാ? രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ച്. നീ ഇനി കൊട്ടപ്പണിക്കനാണ്, നീ അലക്ക് പണിക്കനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ ഒരു പണിക്കരാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, നിഷ്പക്ഷനാണ് എന്നൊക്കെ പറഞ്ഞാണ് നീ ചാനലിൽ വരുന്നത്. നീ മുസ്ലിങ്ങളെ ചൊറിയാനും മുസ്ലിങ്ങളെ നിയമം പഠിപ്പിക്കാനും നീ ശ്രമിക്കണ്ട. ഇറാനിൽ അങ്ങനെയാണ്. ഇറാനിൽ ഹിജാബ് എന്നുള്ള വാക്ക് അറബി വേർഡാണ്. നിനക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അപ്പൊ ഹിജാബ് എന്നുള്ള പ്രശ്നം ഇവിടെ മാറ്റ്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നീ അറബ് പറയണ്ട, നീ മലയാളം പറഞ്ഞാൽ മതി. നീ അതായത് തലയിൽ തട്ടമിടുന്നു എന്ന് പറഞ്ഞാൽ മതി. ഹിജാബ് എന്നുള്ള പ്രശ്നം ഇവിടെ വേണ്ട. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതായത് ഇസ്ലാമിന്റെ നിയമം, നീ നിയമം ഇസ്ലാമിൻ്റെ പഠിക്കാതെ ഏതെങ്കിലും തെണ്ടികൾ പറയുന്നത് കേട്ട് നീ വന്നിരുന്ന് ചാനലിൽ ഉണ്ടാക്കരുത്. ഞാൻ നിന്റെ അടുത്ത് 2-3 പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ വീഡിയോ ഇട്ട് നിനക്ക് പറഞ്ഞു തന്നതാണ്. അതായത് നിയമം, ഇസ്ലാമിന്റെ നിയമം നീ എന്താണെന്ന് പഠിക്കാതെ വന്നിരുന്നിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാന്ന് നീ ആരെ കോടതി ചോദിച്ചപ്പോഴത്തെ ഏതോ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു. ആരാണ് ഇസ്ലാമിക പണ്ഡിതൻ? നിന്റെ അളിയൻ എവനാണ്? ആരിഫാണ് ഇസ്ലാമിക പണ്ഡിതൻ? അവൻ എന്തറിയാം? അപ്പൊ ഈ തന്ത ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവന്മാരുടെ അടുത്തല്ല ചോദിക്കാനുള്ള ഇസ്ലാമിക പണ്ഡിതന്റെ അടുത്ത് ചോദിക്കണം. അതായത് സ്ത്രീകൾ തല മറയ്ക്കൽ നിർബന്ധമാണ്. നിനക്ക് കൊട്ടപ്പണിക്ക, നിനക്ക് അറിഞ്ഞുകൂടാത്തന്റെ പണിക്കന്റെ പണി നീ ചെയ്യണം. അല്ലാതെ ഇസ്ലാമിന്റെ കാര്യം നീ ചർച്ച ചെയ്യണ്ട. അതിനിവിടെ നിയമങ്ങളുണ്ട്, അത് ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, അവർ ചെയ്തോളും. നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത്. അതായത് നിർബന്ധമാണ് സ്ത്രീകൾ തലമറയ്ക്കുക എന്നുള്ളത്. പുറത്തിറങ്ങുമ്പോൾ അവരുടെ വീട്ടിനകത്ത് കുഴപ്പമില്ല. അപ്പോ അത് ഔറത്ത് എന്ന് പറഞ്ഞാൽ മറയ്ക്കേണ്ട ഭാഗം തന്നെയാണ്. അവരുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് തലമുടി എന്ന് പറയുന്നത്. അത് നീ മനസ്സിലാക്കാത്തത്. അപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ശരിയായ വിവരമുള്ള ബോധമുള്ള ഏതെങ്കിലും, നീ ചാനലിലൊക്കെ വന്നിരുന്ന നല്ല തലപ്പാവ് കെട്ടും താടിയൊക്കെ വെച്ച ആൾക്കാരുണ്ട് മുസ്ലിയാക്കന്മാര്, അവരെടുത്ത് പോയി ചോദിക്കാം. അല്ലെ ആരിഫിനെ പോലുള്ള തെണ്ടികളുടെ അടുത്ത് ചോദിച്ചല്ല നീ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവൻ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് പറയാനുള്ള ഏതോ കോടതി ഏതോ ഒരു പണ്ഡിതന്റെ അടുത്ത് ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പറഞ്ഞത് നിനക്കെന്തറിയാം? നീ ഏത് കോടതി വിധി എങ്ങനെ എടുത്തിട്ട് വാ. അല്ലാതെ നീ ഇരുന്ന് ഈ തെണ്ടിത്തരം പറയരുത്. ചാനലിൽ വന്നിരുന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. നീ അത് മനസ്സിലാക്ക്. അതായത് നിർബന്ധമാണ് സ്ത്രീകൾക്ക് തലമറയ്ക്കൽ പുറത്തിറങ്ങിയാൽ. അത് നിയമം, അതായത് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്, ശിക്ഷയ്ക്ക് വിധേയരാണ് അവർ. അപ്പൊ ഇറാനിലെ കാര്യം നീ ഇവിടെ പറയണ്ട. ഇറാനിൽ ചിലപ്പോൾ യാഥാസ്ഥിതിക മുസ്ലിം ഭരണാധികളായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഏകാധിപത്യ രാജ്യങ്ങളായിരിക്കാം, മിലിറ്ററി ഭരണങ്ങളായിരിക്കാം, ഇസ്ലാമിക രാജ്യങ്ങൾ വേറെയുണ്ട്, അറബ് രാജ്യങ്ങൾ വേറെയുണ്ട്. ആ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ വിഷയം, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിഷയം. ഇന്ത്യയിൽ നമുക്ക് എന്തെല്ലാം ഭരണഘടന ഉറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ ഇന്ന് കണ്ടതാണല്ലോ, വയനാടില് പിള്ളേരുടെ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോഴത്തേക്ക്, സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ വസ്ത്രമണിഞ്ഞ സ്ത്രീയല്ല, പെൺകുട്ടി, കാര്യം അത് കുട്ടിയാണ്, 400 മീറ്റർ ഹർഡിൽസ് 200 മീറ്റർ ഹർഡിൽസ് ആണെന്ന് തോന്നുന്നു, അതില് ആ വസ്ത്രം ധരിച്ചും കൊണ്ട് തന്നെയാണ് അതിൽ പങ്കെടുത്തത്. നീ കണ്ടു കാണും. അപ്പോ ഈ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ല. ആ സ്പോർട്സ് വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് പങ്കെടുക്കേണ്ടത്. അപ്പൊ അവർക്ക് പ്രത്യേകമായ നിയമം വല്ലതും ഉണ്ടാവിടെ? അപ്പൊ കേരളത്തില് എല്ലാ മതക്കാരും ഒന്നിച്ച് സൗഹാർദ്ദത്തിൽ കഴിയുന്നതാണ്. നീ അവിടെ നിന്റെയൊക്കെ ജോലി എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അങ്ങനെ ഒരു സുഖം. ഇതൊക്കെ ഒരു സൈസ് സാഡിസ്റ്റിന്റെ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് നീ ഒരു ആണും പെണ്ണും കെട്ട വർഗത്തിൽപ്പെട്ടവനാണ്. നീയും ആരിഫും ഒക്കെ ആണും പെണ്ണും, നീകളൊക്കെ കൂസന്മാരാണ്. ഒരു കഴിവില്ലാത്ത, ആണിന്റെ ഒരു ഗുണവും നിന്റെയിലൊന്നും ഇല്ല. അപ്പോ അങ്ങനെ ഉള്ളവന്മാര് വന്നിരുന്ന് സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കി അവിടെ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി ആ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് നിന്റെയൊക്കെ പണി. അപ്പൊ നീ മനസ്സിലാക്കാനുള്ളത്, ഇസ്ലാമിന്റെ കാര്യം നീ പറയണ്ട. ഇസ്ലാമിന് എന്തൊക്കെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ ഭരണഘടന ഉറപ്പ് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയിൽ അവരുടെ അവകാശങ്ങൾ എന്ത്, അവരത് നടത്തിക്കോളും.
അത് നടത്താൻ കിട്ടുന്നില്ലേ അവരിത് കോടതിയിൽ പോയി ചെയ്തോളും. നീ അനാവശ്യ ചർച്ച ചെയ്ത് നീ ഇവിടെ കുളമാക്കരുത് എന്നാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. ഇറാനിലെയും മറ്റിടത്തെയും കാര്യമൊന്നും ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും പറയണ്ട. കേരളത്തിലായിരുന്നാലും ശരി, ഇന്ത്യയിലായിരുന്നാലും ശരി, പബ്ലിക് സ്കൂള് നടത്തുമ്പോൾ അത് ക്രിസ്ത്യാനിക്ക് പ്രത്യേകമായിട്ട് ഒരു സ്കൂള്, ഹിന്ദുക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരു സ്കൂള്, മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്കൂള്, അങ്ങനെ ഒരു സ്കൂളില്ല. അപ്പൊ നീ പഠിച്ചത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഏത് ഗോത്താഴത്തിലാണ് പഠിച്ചത്? നീ പഠിച്ച സ്കൂളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന, അവരെങ്ങനെയാണ് നടന്നത് നിനക്കറിയാമല്ല. ഈ മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളുകൾ ഇവിടെ ആവശ്യം പോലെയുണ്ട്. ഒരു തെണ്ടി വന്നിരുന്ന് പിന്നെ ചാനലില് പറയുന്ന കേട്ട്, ഇവൻ പഴയ BJPയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പ്രസിഡന്റ് ആരാണ്? ഉള്ളി സുരേന്ദ്രൻ. ഉള്ളി സുരേന്ദ്രൻ പറയാണ് മുല്ലാക്കന്മാര് പ്രത്യേക അവര് പൈസ ഉണ്ടല്ലോ. അതിനെന്ത് പൈസയുണ്ട്? മുസ്ലിങ്ങൾക്ക് പൈസയുണ്ട്, ആവശ്യം പോലെ പൈസയുണ്ട്. അവര് സ്കൂള് നടത്തട്ടെ. അവർ സ്കൂൾ നടത്തുന്നുണ്ടല്ലോ, ആവശ്യം പോലെ സ്കൂൾ നടത്തുന്നുണ്ട്, മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ട്. നിനക്കെന്താ അതിനെ അസൂയ? എടാ തെണ്ടി സുരേന്ദ്ര, നീ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നീ ഇവിടെ BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു കേരള സംസ്ഥാനത്ത്. നീ ഒരുപാട് മുസ്ലിങ്ങളെ നിന്റെ മോന്റെ കല്യാണത്തിന് വിളിച്ചു. അവരെന്തെങ്കിലുമൊക്കെ കൊണ്ട് തന്നും കാണും, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊണ്ട് തന്നും കാണും. നീ എന്തിനാണ് ഈ മുസ്ലിങ്ങളെ ചൊറിയുന്നത്? എന്തിനാണ്? അപ്പൊ നീ ഈ മുസ്ലിങ്ങളെ എന്തിനു വിളിക്കുന്നു? മുല്ലാക്കന്മാരെന്നും പറഞ്ഞ് നീ കളിയാക്കുന്നില്ല. നീ യൂസഫ് അലിയുടെ ബാക്കിന് അവരുടെ ഇവിടെയൊക്കെ പോയി എന്തെല്ലാം നീ അതും ഇതുമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോ നിനക്ക് അത് നടക്കും. എന്നിട്ട് വന്നിരുന്ന മുസ്ലിങ്ങളെ കുറ്റം പറ. നീ തെണ്ടിയാണ്. അതായത് നിന്നെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് തന്നെ നിന്നെ പ്രസിഡന്റ് സ്ഥാനം തന്നെ നിന്നെ എടുത്തു കളഞ്ഞ എന്തുകൊണ്ടാണ്? അപ്പൊ നീ വിവരക്കേടെ സംസാരിക്കുള്ളൂ. പറയുന്നത് അത്രയും നീ വിവരക്കേടാണ്. മുസ്ലിങ്ങളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനികളായാലും നീ ഇപ്പൊ കൂടുതലായിട്ട് പറയുന്നത് ഞങ്ങളും ക്രിസ്ത്യാനികളും എന്താ നിങ്ങൾ തമ്മിൽ അളിയനും മച്ചമ്പിയാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിലാണ് അളിയനും മച്ചമ്പിയും. കേരളം വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളത്? നിനക്ക് അറിഞ്ഞൂടാത്തണ്ട? അത് നിനക്കെല്ലാം അറിയാം. നീ കണ്ടില്ലേ? രണ്ട് ക്രിസ്ത്യാനി യുവതികളെ പൂർണ്ണ നഗ്നരാക്കി കൊണ്ട് നടന്ന്, ഈ RSSകാർ കൊണ്ട് നടന്ന് അവസാനം അവരെ ബലാത്സംഗം ചെയ്ത് പരസ്യമായിട്ട് ചുട്ടുവന്നു. ഒരു സാക്ഷിയില്ല, ഒരു നിയമവുമില്ല, ഒരു കേസുമില്ല. അപ്പോ അതാണ് കേരളം വിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പാപ്ലാനിയും ഗീപ്ലാനിയും പിന്നെ അങ്ങനെയുള്ള കുറെ അച്ഛന്മാര് പിന്നെ തെണ്ടികളുണ്ട്. അവന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവാത്ത എന്താണെന്ന് അറിയാല്ല, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പിടിച്ച് ഒരു വിരട്ടി ED ആയിരുന്നാലും മറ്റേതായിരുന്നാലും പിന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് ഫണ്ട് വരുന്നത്, അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വരുമെന്ന് പറഞ്ഞ് പേടിച്ചാണ് പിന്നെ ഇവരുടെ നിങ്ങളുടെയൊക്കെ മൂട് താങ്ങികളാക്കി നടക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. അപ്പൊ ശ്രീജിത്ത് പണിക്കര്, നീ എന്ത് പണിക്കരായിരുന്നു ശരി, നീ അനാവശ്യമായി ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇടപെടണ്ട. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്. അപ്പോൾ അവരത് ഇടപെട്ടോളും. നീ വന്നിരുന്ന് ചിലയ്ക്കാൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നീ അനാവശ്യ കാര്യങ്ങളിൽ പിന്നെ ഇടപെട്ട് ഇവിടെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കരുത്. നീ നിന്റെ മതത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി. ബാക്കിയുള്ള മതത്തിന്റെ ആൾക്കാർ അവര് പറഞ്ഞോളും. അപ്പോ നിനക്ക് എന്താണ് അറിയാം? നീ ഇന്നാളെ വന്നിരുന്ന് പറയുന്ന കേട്ട് 5 കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, അതിൽ തലമുറ ഇവിടെ ആദ്യം മനസ്സിലാക്കി. ഇസ്ലാം എന്ന് പറയുന്ന എന്താണ്? ഈ ലോകത്ത് മൊത്തമുള്ള രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാണ് മുസ്ലിങ്ങൾ. 52 53 രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അറബ് രാജ്യങ്ങൾ തന്നെ 22 23 രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ നീ മനസ്സിലാക്കുക. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പൊട്ടി വീണ മതമൊന്നും അല്ല. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അത് നീ മനസ്സിലാക്കുക. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിന്റെ മതമാണ്. നിങ്ങൾ ഇവിടെ പറയാണ് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. ഇന്നിപ്പോ ഒരു ജോസഫ് പഴയ കൈപ്പത്തി എങ്ങാണ്ട വെട്ടി മാറ്റപ്പെട്ട അയാൾ വന്നിരുന്ന് പറയാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള മദ്രസകളിലൊക്കെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ ഉള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. തെണ്ടിത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? എടാ പണിക്കരെ, നിനക്കറിയാമോ ഏതെങ്കിലും ഒരു മദ്രസയില് ഗവൺമെന്റിന്റെ ഫണ്ട് വാങ്ങിച്ചത് ഇവിടെ ചെലവ് നടത്തുന്നുണ്ട്? അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള? അതായത് പള്ളി കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികൾ എന്ന് പറയും. ആ പള്ളിയുടെ കീഴിലാണ് മദ്രസ. അവിടെയുള്ള മെമ്പർമാര്, ആ പള്ളിയിലെ മെമ്പർമാര് അവരാണ് ഓരോ വീടുകളിൽ നിന്നും പിന്നെ ഒരു വരി സംഖ്യ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ വരിസംഖ്യ ഉപയോഗിച്ചാണ് ഈ അവിടെ പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവിടെ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന്, അവിടെ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് ആ കോവിഡ് സമയത്ത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ പഠിപ്പിക്കുന്ന മതപഠനമാണ്. മതപഠനം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും പഠിപ്പിക്കണം, ക്രിസ്ത്യാനികളും പഠിപ്പിക്കണം. എങ്കിലേ അവരുടെ മനസ്സിൽ നന്മയുണ്ടാവുള്ളൂ, സ്നേഹം ഉണ്ടാവുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ മാലാഖമാര് ഒരു യക്ഷി പറഞ്ഞ കേട്ടില്ലേ?
അവള് ഇട്ടിരിക്കുന്നത് എന്താണ് കണ്ട് ആ ബുർക്ക. അതേ അത് ആ ബുർക്കയൊന്നും ഇടാതെ സ്കൂളിലെ എന്താണ് യൂണിഫോം ഇട്ടിട്ട് തലയിൽ അതേ കളറിൽ ഒരെണ്ണം ഇടാൻ പറഞ്ഞാൽ പോരെ? അത് ആർക്കാണ് നോവുന്നത്? ആർക്കാണ് വേദനിക്കുന്നത്? ആ വിഷസർപ്പം ശശികലയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിസ്റ്റർ. ആ സിസ്റ്റർ യക്ഷി. അത് മൂർഖം പാമ്പാണെങ്കിൽ ഇത് ഇത് 8 അടി വീരനാണ്. അപ്പൊ ഇവര് തമ്മിലേ യോജിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ചാണകം എന്ന് പറയുന്നത് നാറുന്ന സാധനമാണ്, മണക്കുന്നതല്ല. നാറുന്ന സാധനം. ചാണകത്തിന് നാറ്റമേ കാണുള്ളൂ. ചാണകത്തിന്റെ കൂടെ വരുമ്പോ അവിടെ സുഗന്ധം ഉണ്ടാവൂല. അത് നീ മനസ്സിലാക്ക്. നീ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. ആളുകളെ കൊണ്ട് നല്ലത് പറയിക്ക്. അതായത് സ്വന്തം മാതാപിതാക്കളെ ആളുകൾ ശപിക്കും. ഇങ്ങനെ ഒരു പുത്രൻ എനിക്കുണ്ട് എല്ലോ എന്നും പറഞ്ഞ് ആളുകൾ ശപിക്കുക. അങ്ങനെ ഒരു ശാപം മാതാപിതാക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. നാട്ടിൽ നന്മയും സ്നേഹവും സൗഹാർദ്ദമായിട്ട് ജനങ്ങൾ കഴിയട്ടെ. നീ ആളുകളുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നിനക്ക് എന്തെങ്കിലും ചാനലിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് ആ പരിപാടിക്ക് നീ പോരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ഇത് ഇവിടെ കൊണ്ട് നിർത്തണം. അതാണ് നിനക്ക് നല്ലത്. നന്ദി, നമസ്കാരം.